Kamalesh, good morning. ഗുഡ് മോർണിംഗ് വിനിഷ. യെസ്, സ്ത്രീജനങ്ങൾ മാത്രമേ ഉള്ളൂ റിപ്പോർട്ടിങ്ങിനെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പ്രേക്ഷകർ. പറഞ്ഞോളൂ, പുരുഷ കേസരിയുടെ റിപ്പോർട്ടിംഗ് അനുഭവം ആറ്റുകാൽ പൊങ്കാലയുടെ. കാരണം സ്ത്രീകളുടെ ശബരിമല, സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു ഭക്തി നിറവ് എന്നൊക്കെ എന്ന് വിശേഷിപ്പിക്കുന്നതാണ് ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. നിരവധി ആറ്റുകാൽ പൊങ്കാല കണ്ട ആളുകൂടിയാണ് കമലേഷ്. എങ്ങനെയാണ് തിരക്ക്, രാവിലത്തെ ഒരു ക്രമീകരണങ്ങളൊക്കെ ഇങ്ങനെയാണ്. പത്മനാഭസ്വാമി ക്ഷേത്രം നമുക്ക് പിറകിൽ കാണാം, കമലേഷിൻ്റെ പിറകിൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം. അപ്പോൾ ആ ക്ഷേത്ര നടയിലുള്ള ആളുകളുടെ പൊങ്കാല എക്സ്പീരിയൻസ് പറയും. വിനിഷ, തീർച്ചയായും രാവിലെ തന്നെ ആളുകൾ ഈ പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള മറ്റ് പരിപാടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണ്, കിഴക്കേ കോട്ടയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയും ഈ പത്മനാഭൻ്റെ തിരുമുന്നിൽ തന്നെ ഈ പൊങ്കാല അർപ്പിക്കാൻ കഴിയുന്നു എന്ന ഒരു ഭാഗ്യം ഭക്തജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇതിപ്പോൾ മാത്രമല്ല, ഇന്നലെ തൊട്ട് തന്നെ ഇവിടെ ഈ പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വലിയ ആളുകൾ പല ദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ കൃത്യമായി പൊങ്കാല അർപ്പിക്കുന്നതിനുള്ള സ്ഥലങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. കലങ്ങളൊക്കെ പുഷ്പങ്ങളാൽ അലങ്കരിച്ച് അവിടെ സ്ഥാനം പിടിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളാണ്. ഈ മറ്റ് തെരളി അപ്പം, അതുപോലെ തന്നെ മറ്റ് പൊങ്കാല നിവേദ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് പൂർത്തീകരിക്കുന്നത് നിലവിലിപ്പോൾ. ഏതായാലും 9:45 ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടുകൂടിയാണ് നിവേദ്യം അർപ്പിക്കുന്നതിനുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ അടുപ്പുകളിൽ തീ ഉയരുന്നത്, തീ പകരുന്നത് ആ സമയത്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതുവരെയുള്ള സമയം എന്ന് പറയുന്നത് പൊങ്കാലയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ സമയമാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ എത്തിയിട്ടുള്ള ഭക്തജനങ്ങളെല്ലാം തന്നെ, സ്ത്രീജനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊങ്കാലയെ സംബന്ധിച്ച് നമുക്ക് അറിയാവുന്നതാണ്, തിരുവനന്തപുരം ദേശത്തിൻ്റെ ദേശീയ ഉത്സവമാണ് പൊങ്കാല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആ നിലയിൽ സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് ഈ പൊങ്കാല മഹോത്സവത്തെ, ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തെ അറിയപ്പെടുകയും ചെയ്യുന്നത്. അതിൻ്റെ ആ പ്രൗഢി എന്നും പൊങ്കാല മഹോത്സവം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോ പ്രതിവർഷം 25 ലക്ഷത്തോളം സ്ത്രീജനങ്ങളാണ് ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ തന്നെ, ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അത് കേരളത്തിൽ നിന്നുള്ളവർ മാത്രമല്ല, ഇതര ജില്ലകളിൽ നിന്നുള്ളവർക്ക് പുറമെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ പോലും ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കൽക്കട്ടയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് ഈ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റൊരുക്കങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കാനഡയിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ പൊങ്കാല അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണ് വിനിഷ. കിഴക്കേക്കോട്ടയിൽ വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. രാവിലെ തന്നെ അവരെല്ലാവരും എത്തിച്ചേർന്ന് കഴിഞ്ഞ 3 നാളത്തെ വ്രതശുദ്ധികൾക്ക് ശേഷമാണ് ഈ പൊങ്കാല അർപ്പണം നടക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ, ഈ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവിധ വിഭവങ്ങളാണ് ദേവിക്ക് ഇവർ പൊങ്കാലയായി അർപ്പിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളിലേക്ക് ഭക്തജനങ്ങളെല്ലാം തന്നെ, സ്ത്രീജനങ്ങളെല്ലാം തന്നെ കടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുക. ഏതായാലും വലിയ സജ്ജീകരണങ്ങൾ സംസ്ഥാന സർക്കാരും ഇതിനു വേണ്ടി ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കുന്നത്. ഏതായാലും അക്കാര്യങ്ങളിലും ആളുകൾ തൃപ്തരാണ്. അതിനുള്ള പ്രാഥമികമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഈ പൊങ്കാല അർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ആ ഒരു പൊങ്കാല അർപ്പിക്കുന്ന ആ സമയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഭക്തജനങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും തിരുവനന്തപുരം, അതായത് തലസ്ഥാന നഗരം അനന്തപുരി 3 കല്ലുകൾ ചേർത്ത് വെച്ചൊരു പൊങ്കാലയടുപ്പായി മാറാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണ് ഉള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ നിലയിൽ വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു. കിഴക്കേക്കോട്ടയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ശ്രീ പത്മനാഭൻ്റെ മുന്നിൽ തന്നെ പൊങ്കാല അടുപ്പുകൾ കൂട്ടി അവിടെ ദേവിക്ക് ഈ നിവേദ്യം ചാർത്താനുള്ള ഒരുക്കങ്ങളിലാണ് ഭക്തജനങ്ങളുമുള്ളത്. വിനിഷ. ശരി കമലേഷ്, ഞാൻ കമേഴ്സിലേക്ക് തിരികെ എത്താം.